കിട്ടുന്നതായിരിക്കും നല്ലത്. എന്നാ വെച്ചാൽ ഈ കഷ്ടപ്പെടാൻ കഴിയടില്ല. നമ്മളെവിടെയും വീണ് പോയാൽ അവിടെ കിടക്കുമോ? ഒരു ചായ കുടിക്കാൻ പോലും കാര്യമില്ല. വിറ്റ് പോകുന്നില്ല. വലിയ ഭയങ്കര പാടാണ്. 1.5 ആഴ്ച മുമ്പ് 60 ടിക്കറ്റാണ് ഞാൻ എടുക്കുന്നത്. അത് ഈ 10 പോയിട്ട് ബാക്കി ഇരിക്കാൻ എത്ര രൂപ പോയി? 50 രൂപ വെച്ചു. 1 രൂപ പോയി കിട്ടിയില്ല. 2 മാസത്തോടെ കഴിയുമ്പോൾ ഇങ്ങനെ പോകുന്നെങ്കിൽ കച്ചവടം നിന്നു പോകും. ഇപ്പൊ പലരും നിർത്തി. കാര്യം ചെറുകട ഇപ്പം നമ്മൾ ഈ പാവങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ ടിക്കറ്റൊക്കെ ഇറക്കിയിരിക്കുന്നത്. ഈ കൈമേലാത്തവനും കാലുമേലാത്തവനും പൊട്ടക്കണ്ണനും ഒക്കെ ആണല്ലോ വഴിയിരുന്ന് കച്ചവടം ചെയ്യുന്നത്. ഞങ്ങളെപ്പോലുള്ള ദാരിദ്ര്യമുള്ള ആൾക്കാർക്കൊക്കെ ആണല്ലോ കച്ചവടം ചെയ്യുന്നത്. അന്നേരം ഇപ്പോഴത്തെ അവസ്ഥയിൽ പലരും കച്ചവടം നിർത്തിയിട്ടുണ്ട്. പിണറായി സർക്കാർ ഇപ്പൊ വീണ്ടും വന്നല്ലോ, മൂന്നാമത് വീണ്ടും വരുമോ? അത് പറയാൻ പറ്റത്തില്ല. ഭരണം എങ്ങനെയാണെന്ന് നാട്ടുകാരല്ലേ തീരുമാനിക്കുന്നത്. ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് കയറി വരുന്നു എന്ന് പറയുന്നത്. കാരണം എന്തോ സമ്മാനത്തിന്റെ എന്തൊക്കെയോ മാറ്റം വന്നിട്ട് 50 ரூபா ஏதாச்சும் எடுத்துட்டாங்க. 100 அதனால கொஞ்சம் மாற்றம் வர நினைக்கிறேன். ഒരുപാട് സാധാരണക്കാരുടെ സ്വപ്നമാണ് ലോട്ടറി. എന്നാൽ വില കൂടിയതോടെ ലോട്ടറി വിൽപ്പന പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ലോട്ടറി വിൽക്കുന്നവരുടെ ജീവിതം എങ്ങനെ മാറിയിരിക്കുന്നു എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഈ കച്ചവടം ഇപ്പൊ എങ്ങനെ? കച്ചവടം ഇപ്പൊ കുറവാണ്, മന്ദഗതിയിലാണ്. പിന്നെ ഈ 50 രൂപ എന്ന് പറയുമ്പോൾ തന്നെ പ്രൈസ് കിട്ടുന്നുണ്ടോ ഇവിടെ ആൾക്കാർക്ക്? പ്രൈസ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ പ്രൈസ് കിട്ടുന്നില്ലെന്നുള്ള വ്യത്യാസം. അവിടെയാണ് ഈ കച്ചവടം കുറയുന്നത്. പ്രൈസ് ഉണ്ടെങ്കിൽ കച്ചവടം കൂടും. 50 100 ആളിനും കൂടും. ഇപ്പൊ ഇങ്ങനെ പുതിയ നയങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ നമ്മളെങ്ങനെ ബാധിക്കുന്നേ? ഈ ലോട്ടറി കോർപ്പറേഷൻ ഒരു പുതിയ നയമല്ലത്. ഇത് നയത്തിന്റെ ഭാഗമായിട്ടൊന്നും നടപ്പാക്കിയതല്ല സർക്കാർ എന്ന് എനിക്ക് തോന്നുന്നത്. ഇത് അവിടുത്തെ ഒരു ബോർഡുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അതിന്റെ ചെയർമാൻ കാണും. അവരെല്ലാം കൂടെ കൂടിയെടുത്ത് നമ്മുടെ വകുപ്പ് മന്ത്രിയോട് പറഞ്ഞ് ആ മന്ത്രി തീരുമാനത്തിനനുസരിച്ച് പോയത്. കാര്യം ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും ഒരു ചർച്ചയിലേക്ക് പോയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ ഏറ്റവും 30 രൂപയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിട്ടിട്ടുണ്ട്. 40 രൂപയുള്ളപ്പോൾ ശകലം കുറവായിരുന്നെങ്കിലും ലോട്ടറി ഓഫീസിൽ ടിക്കറ്റ് തീരുന്നുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ കച്ചവട സ്ഥലങ്ങളിൽ ടിക്കറ്റ് എപ്പോഴും മിച്ചമാണ്. കച്ചവടം അതാണ് അതിൻ്റെ സാധ്യത. ഇപ്പോൾ അതൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്, അവർ പറയുന്ന കാര്യങ്ങളല്ലേ അറിയാൻ കഴിയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. ശരിക്കും ഇതിന്റെ പ്രൈസ് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഇതിന് ഇപ്പോൾ 1,08,00,000 ടിക്കറ്റ് എങ്ങാണ്ടാണ് ഇപ്പോൾ അടിക്കുന്നത് അല്ലേ? അന്നേരം പ്രൈസ് കിട്ടുന്നുണ്ട്. ഇവർ കിട്ടുന്നതായിരിക്കുമല്ലോ, പ്രൈസ് ഇല്ലായിരിക്കുമല്ലോ. പ്രൈസ് ഉണ്ടാവും, പ്രൈസ് ഉണ്ട്. പ്രൈസിൻ്റെ കുഴപ്പമല്ലത്. അത് പണ്ട് 7 സെയിം ആയിരുന്നുള്ളത്. അത് കഴിഞ്ഞത് 12 സെയിം ആക്കി. ആ 12 സെയിം ആക്കിയപ്പം 7 സെയിം ഉള്ളപ്പോൾ എത്ര ടിക്കറ്റ് കുറവാണ് അടിച്ചത്. ഇപ്പോൾ 12 സെയിം ആക്കിയപ്പം 1,08,00,000 ടിക്കറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യത്യാസം വന്നിരിക്കുന്നത്. പിന്നെ GST ഒക്കെ ഇല്ലേ. പണ്ടെന്ന് പറയുമ്പം നമ്മുടെ ഈ ലോട്ടറിക്ക് GST എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ, എങ്ങും ഇല്ല. GST എന്ന് പറയുന്ന സാധനം പുതിയതായിട്ട് വന്നല്ലേ, കുറച്ച് കാലങ്ങളിലേ വന്നിട്ടുള്ളൂ. ആ GST വന്നതിൻ്റെ ഒരു കുഴപ്പമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സർക്കാർ എത്ര ടിക്കറ്റ് GST കൊടുക്കണമല്ലോ. ലോട്ടറി വ്യവസായത്തിൽ ഒരു ചെറിയൊരു താഴോട്ട് പോയി എന്ന് പറയാം. ലോട്ടറി വ്യവസായം താഴോട്ട് പോയെന്നല്ല, ലോട്ടറി വ്യവസായത്തിൽ ഇപ്പം ലോട്ടറി ഈ 1,08,00,000 ടിക്കറ്റ് തീരുന്നുണ്ടായിരിക്കാം. ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ടിക്കറ്റ് പോകുന്നുണ്ടായിരിക്കാം, തമിഴ്നാട്ടിലേക്കൊക്കെ പോകുന്നുണ്ടായിരിക്കാം. കേരളത്തിൽ ലോട്ടറി കച്ചവടം വളരെ പുറകോട്ട് പോയി കഴിഞ്ഞു. എന്നുവെച്ചാൽ ഇത് ഇപ്പോൾ ഒരു 2 മാസത്തോടെയൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ പോകുന്നെങ്കിൽ കച്ചവടം നിന്നു പോകും. ഇപ്പം പലരും നിർത്തി. കാര്യം ചെറുകട ഇപ്പം നമ്മൾ ഈ പാവങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ ടിക്കറ്റൊക്കെ ഇറക്കിയിരിക്കുന്നത്. ഈ കൈമേലാത്തവനും കാലുമേലാത്തവനും പൊട്ടക്കണ്ണനും ഒക്കെ ആണല്ലോ വഴിയിരുന്ന് കച്ചവടം ചെയ്യുന്നത്. ഞങ്ങളെപ്പോലുള്ള ദാരിദ്ര്യമുള്ള ആൾക്കാർക്കൊക്കെ ആണല്ലോ കച്ചവടം ചെയ്യുന്നത്. അന്നേരം ഇപ്പോഴത്തെ അവസ്ഥയിൽ പലരും കച്ചവടം നിർത്തിയിട്ടുണ്ട്. അന്ന് എന്ന് പറഞ്ഞ് സർക്കാരിന് ഇപ്പോൾ അടിക്കുന്ന ടിക്കറ്റ് 1 കോടി ടിക്കറ്റ് മിച്ചം മറന്നില്ല. കാര്യം എൻ്റെ വരാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹോൾസെയിൽ എന്ന് പറയുന്ന ആൾക്കാർ, ഇപ്പോൾ കുത്തക മുതലാളി, ഇപ്പോൾ മീനാക്ഷി, മൂകാംബിക, അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി, അങ്ങനെയുള്ള കുത്തക മുതലാളി ഉടമകളുണ്ടല്ലോ ഓരോ ജില്ലയിലും. അവർ ഈ ടിക്കറ്റ് ബൾക്കായിട്ട് എടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ കേരളത്തിലെ ലോട്ടറി കച്ചവടം വളരെ കുറവുണ്ട്. ആദ്യകാലങ്ങളിൽ 1500 ടിക്കറ്റ് വരെ വിൽക്കുമായിരുന്നു. പിന്നെ വന്നൊരു 500 ടിക്കറ്റായി. ഇപ്പോൾ 150 ടിക്കറ്റ് കഷ്ടിച്ച്. ഇത് മാറുമായിരിക്കും, മാറുമല്ലോ. അതാണ് ഇത്ര ഇപ്പോൾ ഒരു 1,00,000 രൂപയ്ക്കുള്ളായി. 50 രൂപയ്ക്ക് ശേഷം 50 രൂപ ആക്കിയതിനു ശേഷം മടുപ്പാണോ? വീട്ടുമടുപ്പ് എന്ന് പറഞ്ഞാൽ മടുപ്പേ ഉള്ളൂ. വിറ്റ് പോകുന്നില്ല. വലിയ ഭയങ്കര പാടാണ്. 1.5 ആഴ്ച മുമ്പ് 60 ടിക്കറ്റാണ് ഞാൻ എടുക്കുന്നത്. അത് ഈ 10 പോയിട്ട് ബാക്കി ഇരിക്കാൻ എത്ര രൂപ പോയി? 50 രൂപ വെച്ചു. 1 രൂപ പോയി കിട്ടിയില്ല, എടുത്തവർക്കും ഇല്ല. ഇങ്ങനെ എൻ്റെ പൊന്നു ഇങ്ങനെ ഞാൻ നടക്കുന്നത്. എങ്ങനെയെങ്കിലും ജീവിക്കണ്ടെന്ന് വെച്ച് മുഴുവൻ കടവാണ്.
അപ്പൊ ഇങ്ങനത്തെ നയങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോ പിണറായി സർക്കാർ വീണ്ടും വരുമോ? ഒന്നും അറിയാൻ മേല. പിണറായി സർക്കാർ ആരും പിടിച്ചു കെട്ടിയിട്ടില്ല, വന്നോട്ടെ. അപ്പം ഇപ്പൊ എന്തോ പ്രൈസ് എന്തോ മാറ്റിയിട്ടുണ്ട്, അതിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി മാറ്റമുണ്ട്, പക്ഷെ നമുക്ക് മാറുന്നില്ല, നമ്മളെ മാറ്റുക, അതേ ഉള്ളൂ. പ്രതീക്ഷയുണ്ടോ എവിടെയെങ്കിലും? കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ല ഈ എടുക്കുന്നത്, പക്ഷെ അത് 7 വെള്ളിയാഴ്ച കഴിഞ്ഞാൽ കിട്ടിയല്ല. ഇപ്പൊ അധികം ആൾക്കാർ വരുന്നില്ലേ? ഇല്ല, ഇപ്പൊ ഈ 60 ടിക്കറ്റ് എടുത്ത എങ്ങനെയാ തീർക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. 40 രൂപയുടെ അതുപോലെ ഇപ്പം ഈ 50 രൂപ പോകുന്നില്ല. ഇന്നലെയല്ല ഈ പ്രൈസിന്റെ വ്യത്യാസം വന്നത്. അത് ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് ഒരാഴ്ച കഴിയുമ്പോൾ ഇത് പിന്നെ മാറ്റം വരികയാണെങ്കിൽ ഇത് നിന്ന് പോവുള്ളൂ ടിക്കറ്റ്. ഇതിപ്പോ നിർത്തുന്നതായിരിക്കും നല്ലത്. എന്നാ വെച്ചാൽ ഈ കഷ്ടപ്പെടാൻ കഴിയടിഞ്ഞ് നമ്മളെവിടെയെങ്കിലും വീണ് പോയാൽ അവിടെ കിടക്കുള്ളൂ. ഒരു ചായ കുടിക്കാൻ പോലും കാറ്റ് കിട്ടുന്നു. ലോട്ടറി വില ഇപ്പൊ 50 രൂപ കൂടുതലാവുന്നുണ്ടല്ലോ. 50 രൂപ ഇപ്പൊ മിനിമം ആക്കിയേക്കുന്നത്. അപ്പൊ ആ ഒരു കച്ചവടത്തിനെ കുറിച്ചിട്ടൊക്കെ എന്താ അഭിപ്രായം? ഇതിനെപ്പറ്റി ഒരു അഭിപ്രായമില്ല. എനിക്ക് വേറൊരെണ്ണം ഞാൻ ചോദിക്കാം. നിലമ്പൂർ ഇഷ്യൂവിനെ കുറിച്ചിട്ടും നിലമ്പൂർ ആര് ജയിക്കും? എന്റെ പൊന്നുമോളെ, ഇതൊന്നും പറയാനൊന്നും പറ്റത്തില്ല. പറയുന്നവര് ജയിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എങ്കിലും ആര് ജയിക്കണമെന്നാണ് ഒരാഗ്രഹം. നമുക്കൊരാഗ്രഹവും ഇല്ല. ഇല്ല, അവിടെ നടക്കുന്ന ഒരു ഇലക്ഷന്റെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് സാധ്യത തോന്നുന്നുണ്ട് ആരെങ്കിലും? ഇല്ല മോളെ, ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇപ്പം നമുക്കിപ്പോൾ ജോലി ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഓക്കെ, അതൊക്കെ പോട്ടെ. നമ്മുടെ ഇനി അടുത്ത ഇലക്ഷനിൽ ആര് ജയിക്കുമെന്ന് ഇതൊക്കെ പറയാൻ നമുക്ക് പറ്റുമോ? ആര് ജയിച്ചാലും ആര് ചോദിച്ചാലും നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കണം, അല്ലാതെ അവരാരും നമുക്ക് തരത്തില്ലല്ലോ. അത്രേ ഉള്ളൂ അതിനകത്ത് പറയാനുള്ള, വേറെ ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. പിണറായി സർക്കാർ ഇപ്പൊ വീണ്ടും വന്നല്ലോ, മൂന്നാമത് വീണ്ടും വരുമോ? അത് പറയാൻ പറ്റത്തില്ല. ഭരണം എങ്ങനെയാണെന്ന് നാട്ടുകാരല്ലേ തീരുമാനിക്കുന്നത്, പൊതുജനങ്ങളാണ് തീരുമാനിക്കുന്നത്. എങ്ങനെയുണ്ട് ഭരണം? എന്താ ഇതിന് പറയാൻ പറ്റത്തില്ല. ഞാനും ഒരു പാർട്ടി പ്രവർത്തക ആയതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റും. മനസ്സിലായോ? അത് ശരിയായ കാര്യമില്ല. അപ്പൊ എല്ലാം മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി. ഞാൻ ഒന്നിനൊന്ന് പറഞ്ഞാൽ ഈ ചാനലിനെ നമ്മൾ പുറത്തെല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെ ഉള്ളവരെന്ത് പറയും? തിരിച്ചു പറയത്തില്ല. ഞാനൊരു പാർട്ടി പ്രവർത്തകയാണ്. ഇപ്പൊ പിന്നെ ഒന്നിനും പോകുന്നില്ലല്ലേ. എങ്ങനെയാണ് ഇതിന്റെ ഒരു കച്ചവടം ഡൗൺ ആയി പോയി. ഒരാഴ്ച 1 மந்தாவே மடுப்பு தான், கச்சவடம் மடுப்பு தான். 6 டிக்கெட் எடுக்கிறவங்க 4 டிக்கெட் தான் எடுக்கிறாங்க. டிஸ்கவுண்ட்டும் கிடையாது. கச்சவடம் மடுப்பு, ப்ரைஸும் மடுப்பு தான். ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് കയറി വരുന്നു എന്ന് പറയുന്നത്, കാരണം എന്തോ സമ്മാനത്തിന്റെ എന്തൊക്കെയോ മാറ്റം വന്നിട്ട് இப்போ 50 ரூபா எல்லாத்தையும் எடுத்துட்டாங்க. 100, அதனால கொஞ்சம் மாற்றம் வரணும்னு நினைக்கிறேன். അപ്പൊ എന്തെങ്കിലും മാറ്റം നമുക്ക് പ്രതീക്ഷിക്കല്ലേ? அதுக்கலாம்